+1, +2 സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ, ട്യൂഷൻ, എൻട്രൻസ് പ്രിപ്പറേഷൻ എല്ലാറ്റിനും കൂടി സമയം തികയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ടീച്ചേഴ്സിനൊപ്പം താമസിച്ചുകൊണ്ട് ബോർഡ് എക്സാമിനും 42-ലധികം എൻട്രൻസ് പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചാലോ? അങ്ങനെ ഒരു സ്കൂളുണ്ട്. 25 വർഷമായി ആലപ്പുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്കൂൾ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസിലും ഹോസ്റ്റൽ ഫീസിലും 100% സ്കോളർഷിപ്പും നൽകി വരുന്നു. തീർന്നിട്ടില്ല, വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പത്താം ക്ലാസ് കഴിഞ്ഞ് ഈ +1, +2 പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെടുക്കേണ്ട തീരുമാനങ്ങളിൽ, ലക്ഷ്യബോധ്യങ്ങളിൽ ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരായി തീരണം. ഒരു സയൻറ്റിസ്റ്റ് ആകണോ, ഒരു ജേർണലിസ്റ്റ് ആകണോ, ഒരു അഡ്വക്കേറ്റായി മാറണോ, ഒരു ജഡ്ജിയായി മാറണോ, ഒരു ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, ടീച്ചർ ആകണോ എന്നുള്ള പ്രൊഫഷൻസിലേക്കൊക്കെ തീരുമാനിക്കേണ്ടത് ഈ 11th 12th സമയത്താണ്. ഇങ്ങനെയൊക്കെ ഡിസിഷൻസിലേക്ക് അവരെത്തണമെന്നുണ്ടെങ്കിൽ ഈ ഏജിൽ പേരൻസിൻ്റെ റോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പേരൻസിന് എത്ര അധികം അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ റോളെല്ലാം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ 2 വർഷം കൊണ്ട് അവരെ വിജയിക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ പഠിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മെയിൻ പ്രിഫറൻസ് പഠിത്തത്തിന് തന്നെ ആണെങ്കിൽ പോലും ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് നീറ്റ് എൻട്രൻസ് കോച്ചിങ് ആവട്ടെ, JEE കോച്ചിങ് ആവട്ടെ, കോച്ചിങ്സ് ഒക്കെ അത്യാവശ്യം തരുന്നുണ്ട്. നല്ല ടീച്ചേഴ്സാണ്, നല്ല ടീച്ചിങ് സ്റ്റാഫ്സ് ഉള്ളതാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമുക്ക് പഠിത്തത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സെൽഫ് സ്റ്റഡിക്ക് ഒത്തിരി ടൈം യൂസ് ചെയ്യാം. ക്ലാസ് അല്ലാതെ തന്നെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഹോസ്റ്റലിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്, സെൽഫ് സ്റ്റഡിക്ക് ആയിട്ടുള്ള ഏരിയകളുണ്ട്. ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ഒരു ടീച്ചർ അവൈലബിൾ ആണല്ലേ എല്ലാ സബ്ജക്റ്റിനും? അത് ശരിക്കും ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല? തീർച്ചയായും. ഒരു 10-11 രാത്രി 10-11 മണി വരെ അവർ നമ്മുടെ കൂടെ തന്നെ കാണും. പിന്നെ എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അതും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നവർ. അതുകൊണ്ട് രാത്രി ചിലപ്പോൾ അവർ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ സാറേ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു തരും. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ഞാൻ പണ്ട് പഠിച്ച സ്കൂളിൽ ആകെ നമ്മൾ കേട്ടിട്ടുള്ളത് നീറ്റിനെ പറ്റിയും JEE പറ്റിയും മാത്രമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഐസർ എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ഉണ്ടെന്നൊക്കെ പറ്റി മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമാണ് ഇവിടെ കുറേ കൂടി എൻട്രൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പല ഇപ്പം എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ബുക്സ് ആവട്ടെ, ഇപ്പം ബോർഡ്സിന് വേണ്ടിയിട്ടുള്ള ബുക്സ് ആവട്ടെ, പലതും റെഫർ ചെയ്ത് നമുക്ക് പഠിക്കാം. ഒത്തിരി വൈഡ് വെറൈറ്റീസ് ഓഫ് ബുക്സ് ഉണ്ട്. പിന്നെ ഒത്തിരി നോളജ് നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് ടീച്ചേഴ്സിൻ്റെ അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇവരുടെ ഹെൽപ്പ് നമുക്ക് ഒത്തിരി അസിസ്റ്റൻസ് വേണ്ട പിള്ളേർ വരും. സെൽഫ് സ്റ്റഡി അല്ലാതെ തന്നെ അവർക്ക് പുറമേ ഒരു അസിസ്റ്റൻസ് വേണ്ട കുറച്ച് പിള്ളേരുണ്ട്. സ്റ്റുഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പുറത്തുള്ളവരെന്ന് വെച്ചാൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന നീറ്റും JEE മാത്രം. അവരുടെ അടുത്ത് വേറെയുള്ള എൻട്രൻസ് പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ ആകുമ്പോൾ നമുക്കുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർ കാണിച്ചു തരുന്നുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. മറ്റേത് അവർ രണ്ടേ രണ്ട് എൻട്രൻസ് പ്രോഗ്രാം മാത്രം അവരിൽ ഫോഴ്സ് ചെയ്യുകയാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോർമൽ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ സ്കൂളിങ്ങും ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങും എല്ലാം സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ സ്കൂൾ അവേഴ്സിൽ തന്നെ അവരെല്ലാ എൻട്രൻസ് പരീക്ഷകളും എഴുതാൻ വേണ്ട ആ സ്കൂൾ കരിക്കുലം വളരെ ഈസിയായി, സ്ട്രെസ് ഫ്രീ ആയി, ലക്ഷ്യബോധത്തോടെ അവർ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്.